അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഹസ്ബൻഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ വേഗം ഒന്ന് ചോറ് ഉണ്ടാക്കുകയാണ്. കാരണം ഇന്ന് ലഞ്ച് ഉണ്ടാക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന മുരിങ്ങ ഇല നന്നാക്കി വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞാനത് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ടും കുറേ നന്നാക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മടി കൊണ്ടത് അങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്ന മീൻകറി ഇന്നലെ രാത്രി ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. പിന്നെ ദാ ഈ കാണുന്ന കപ്പ വാങ്ങിയിട്ടൊരു 4-5 ദിവസമായി. അപ്പോൾ അത് ഇന്നും കൂടി എടുത്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചു. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസൊക്കെ ആയിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ലഞ്ച് ഞണ്ട് കറിയും അതുപോലെ നെയ്ച്ചോറാണ്. അത് രാത്രി ഹസ്ബൻഡ് വന്നപ്പോൾ കൊടുത്തങ്ങ് ഫിനിഷ് ചെയ്തു കേട്ടോ. പിന്നെ ഇതാ കപ്പ ഇതുപോലെ ഒന്ന് താളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുരിങ്ങച്ചീരിയും ഒന്ന് ഇതേ രീതിയിലൊന്ന് താളിച്ചെടുക്കുന്നുണ്ട്. കുറച്ചധികം തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ 2-3 കഷ്ണം മീനുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് ഹസ്ബൻഡ് വന്നു. അപ്പോൾ ആൾക്ക് ഞാനിത് ആദ്യം കപ്പയാണ് കേട്ടോ കൊടുക്കുന്നത്. നല്ല കപ്പയും ചീരപ്പേരിയും പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മീൻകറിയും അതുപോലെ തന്നെ മീൻ പൊരിച്ചതും.